ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോൾ ഏതൊക്കെയോ ഇൻഫ്ലുവൻസർമാർ തമ്മിൽ ഒട്ടുക്കത്തെ കൂട്ടത്തല്ല ഇഷ്ടമാണ്. ഇത് ചുമ്മാതൊന്നല്ലോ കേട്ടോ, ഏതൊക്കെയോ ഇൻഫ്ലുവൻസർമാർ പരസ്പരം കുറ്റം പറഞ്ഞ് വീഡിയോ ഇടുന്നു. നമ്മൾ വിടോ, നമുക്കൊരു കണ്ടന്റ് കിട്ടിയതല്ലേ. അങ്ങനെ ഞാൻ ഇവരുടെ ഇൻസ്റ്റയൊക്കെ തപ്പി പല കാർഡുകളിലൂടെയും സഞ്ചരിച്ച് ഇവരുടെ പ്രശ്നം കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എലന്തൂരുകാരി വീണയും വിഷ്ണുജിയും തമ്മിലാണ് പ്രശ്നം നടക്കുന്നത്. ഈ വിഷ്ണുവും വീണയും ഒപ്പരം കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്തവരാണ്. പിന്നീട് ഇവർ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു. എന്തായാലും ഇപ്പൊ ആ പിരിയാനുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ടും വിഷ്ണുജിയെ കുറ്റം പറഞ്ഞുകൊണ്ടും വീണ ഇപ്പോൾ പുതിയ വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ ബ്ലോഗർ ഒറ്റയ്ക്ക് വഴിയൊരുക്കി വന്നത് വിഷ്ണുജിയാണ് ഇന്നത്തെ നമ്മുടെ മാറ്റർ. വിഷ്ണുജിയാണ് എന്നെയും വളർത്തിയത്, എല്ലാരെയും വളർത്തിയത്. പിന്നെ ഞാൻ വിഷ്ണുജിയെ തേച്ചിട്ട് പോയി. നിങ്ങൾ കേൾക്കണം, ഞാൻ വിഷ്ണുജിയെ തേച്ചിട്ട് പോയി. എന്തോ പറയാനാ, ഇങ്ങനൊരു ഗതികേട് വന്നത് ഞാൻ ആലോചിക്കുമായിരുന്നു. വേറെ ആരെ എനിക്ക് തേക്കാൻ കിട്ടിയില്ല. നമുക്ക് ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇവൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെയല്ല. നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള പെൺപിള്ളേരാരെങ്കിലും ഇവനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലോ ഇവനുമായിട്ട് ചാറ്റിംഗ് ഉണ്ടെങ്കിലോ നിങ്ങൾ ഉറപ്പായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ശരി. അപ്പൊ അത്രയും മോശക്കാരനാണ് ഈ വിഷ്ണുജി. എടാ കശ്മള, അപ്പൊ നീയാണേലേ മറ്റേ പെൺകുട്ടികളെ നോക്കി ഗർഭം ഉണ്ടാക്കുന്നവൻ. വീണ എത്രയും പറയണമെങ്കിൽ അപ്പൊ വിഷ്ണുജി കാര്യമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അല്ലാതെ പെൺകുട്ടികളോടൊക്കെ മാറി നിൽക്കാൻ പാടില്ലല്ലോ. എന്തായാലും ബാക്കി കേട്ടോക്കാം. അതായത് നിങ്ങൾ ഈ ഫ്രെയിമിൽ കാണുന്ന ഒന്നും അല്ല വിഷ്ണുജി. ഇവനെ ഫോളോ ചെയ്തേക്കുന്ന പെൺകുട്ടികൾ വളരെയധികം സൂക്ഷിക്കണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കൂട്ടൊരു കഴപ്പൻ ഇല്ല. പല കാര്യങ്ങളും പലരും പറഞ്ഞ് നമുക്കറിയാം. പലരോടും എങ്ങനെ ബിഹേവ് ചെയ്തെന്നും എനിക്കറിയാം. എന്നോട് ബിഹേവ് ചെയ്ത കാര്യങ്ങൾ അതിന്റെ പുറത്ത് നമ്മൾ തൽപരകക്ഷിയല്ല എന്ന് കാണുമ്പോ കുരുപൊട്ടുമല്ലോ. എപ്പോഴും കൂടെ നടന്നിട്ട് ഇവളെന്താ ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്ന് ആയിക്കൂടെ. അപ്പൊ നമ്മൾ അങ്ങനെ നിൽക്കുന്നില്ല എന്ന് കാണുമ്പോ ഇവൻ നമ്മുടെ അടുത്ത് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും. വെറുതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവൻ വെറുതെ അങ്ങ് പിണങ്ങുവാ. അപ്പൊ ഞാൻ വിചാരിക്കും ഇത്രയും വലിയ വ്ളോഗർ നമുക്ക് വേണ്ടിയിട്ട് പുറകെ നടന്ന് വീഡിയോ എടുത്തു തരുന്നു, ഹെൽപ്പ് ചെയ്ത് തന്നെ. അതിനുശേഷം ഇവൻ ഓരോ കാര്യത്തിലും ഞാനുമായിട്ട് പ്രശ്നമാകുന്നു. ശരിക്കും പറഞ്ഞാൽ സില്ലി മാറ്ററാണ്. എനിക്കെന്തിനും ഇങ്ങനെ ഒരാളെ ഞാൻ സഹിക്കണം? ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നോളാം. അവൻ വന്ന പോലെ തന്നെ ഒറ്റയ്ക്ക് വന്നൊരുത്തി തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കരിയർ ഉണ്ടാക്കി തന്നതും അവൻ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടതും. ഫൈനലി ഞാൻ അവനെ തേച്ചിട്ട് പോയി. അപ്പൊ ഞാനും എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ മാരീഡ് ആണ്, എനിക്കൊരു കുഞ്ഞുണ്ട്, എന്റെ ഹസ്ബൻഡിനോടും ഇത് പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് അപ്പൊ ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഇവൻ എന്നെ വേറെ രീതി ചിത്രീകരിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഞാൻ ഇവന് ഫൈനൽ വാർണിംഗ് കൊടുത്തതാണ്. ആവശ്യമില്ലാതെ എന്നെക്കുറിച്ച് ഒരു സംസാരവും എവിടെയും പാടില്ല. ഞാൻ ഡയറക്റ്റ് ഇവന്റെ വീട്ടിൽ പോയി ഇവന്റെ മാമനെ കണ്ട് സംസാരിക്കാനാണ് പോയത്. എന്നെ അവിടെ വെച്ച് തടഞ്ഞ് പോവരുതെന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് വിട്ടു. ഞാൻ വേണ്ടാന്ന് വെച്ച് വിട്ടതാണ്. 9 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ എന്റെ കയ്യിലുണ്ട്. എന്താണ് നീ എന്നെ കുറിച്ച് പറഞ്ഞ്, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്ന ഒരു 9 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഇപ്പോഴും എന്റെ കയ്യിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെടുക്കാൻ കാരണം ഞാൻ എന്തിനാണ് ഇത്രയും കിടന്ന് അലച്ചതെന്നും എന്തിനാണ് ഞാൻ അവിടെ ചെന്നെന്നും ഉള്ളതിനും നാളെ എനിക്കെങ്കിലും ഒരു ഇത് വേണ്ടേ. അല്ലാതെ ഇവൻ കാണിക്കുന്ന കൂട്ട് ചില വീടുകളിൽ കയറി ചെന്ന് ലൈവ് ഇടുക ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളൊന്നും ഞാൻ ചെയ്യാറില്ല. ഇവൻ ഇനി പറയത്തില്ല എന്ന് പറയുന്നൊരു കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തെടുത്തത്. സംഭവം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അവരെ ഫോളോ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ വേഗം കാര്യം കത്തും. എന്നാലും ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് രമണ ഒരു കാര്യത്തിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഈ പറഞ്ഞ വിഷ്ണുവും വീണയും. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ വിഷ്ണു അല്പം കോയിത്തരമുള്ള ആളാണ്. ഭാര്യയും കുട്ടികളുമുള്ള ഈ വീണയെ മെല്ലെ വളയ്ക്കാൻ നോക്കി ഈ പറയുന്ന വിഷ്ണു. പക്ഷെ നമ്മുടെ വീണ ചേച്ചി പ്രൊഫഷണൽ ആണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് അടുപ്പിച്ചില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവർ തമ്മിൽ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഇവർ തമ്മിൽ പിരിഞ്ഞു. അതിനുശേഷം വിഷ്ണു ലൈവിൽ വന്ന് തന്റെ ഫോളോവേഴ്സിനോട് വീണയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ തുടങ്ങി. ഭർത്താവും കൊച്ചുമുള്ള വീണ അവന് തേച്ചിട്ട് പോയി എന്നുള്ള രീതിയിലായിരുന്നു വിഷ്ണു സംസാരിച്ചിരുന്നത്. അങ്ങനെ അതിന് വിശദീകരണമായിട്ടാണ് ഇപ്പൊ വീണ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വീണ വിഷ്ണുവിന്റെ വീട്ടിൽ പോയി അവന്റെ അമ്മാവിനോട് വിഷ്ണുവിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ വീഡിയോകളെല്ലാം എന്റെ കയ്യിൽ തെളിവായിട്ടുണ്ട് എന്നും വീണ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വീണ പറയുന്ന കാര്യങ്ങളാണ്. എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്ക് അറിയില്ല. വിഷ്ണു പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് വീണക്ക് പറയാനുള്ള എന്താണെന്നും കൂടി നമുക്ക് ബാക്കി കേൾക്കാം. എന്നിട്ട് നമുക്ക് വിഷ്ണുവിന്റെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഇനി നാളെ എന്നെ കുറിച്ചൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് പോയവൻ പിന്നീട് ഇവന്റെ കോണ്ടാക്ട് വന്നവരോടും, അന്ന് ഓൾറെഡി പറഞ്ഞു, പിന്നീട് ഇവന്റെ കോണ്ടാക്ട് വന്നവരോടും പറയുന്നു അവനെ ഞാൻ തേച്ചിട്ട് പോയെന്ന്. ഞാൻ എന്താ ഇവന്റെ കാമുകി അവനെ തേച്ചിട്ട് പോകാൻ? ഞാനിത് അറിയുന്നത് ഇവന്റെ കൂടെ വീഡിയോ ചെയ്ത ഒരു കൊച്ച് എന്റെ അടുത്ത് വന്നിത് ഡയറക്റ്റ് പറയുക. എന്റെ അടുത്ത് കാണിച്ച അതേ കുണം, ഇവന്റെ അതേ സ്വഭാവം ആ കൊച്ചിന്റെ അടുത്തും കാണിച്ചു. എന്റെ അടുത്ത് വന്ന് ചോദിക്കുവാണ്, ചേച്ചിയെ പറ്റി ഇവൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും ഇവനോട് പറഞ്ഞ് ഇത്രയും ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഇവൻ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇവൻ എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക. ഇവനെതിരെ സംസാരിക്കരുത്, ഇവന്റെ കരിയർ ഞാൻ ഇല്ലാതാക്കരുത്. ഇവൻ അന്ന് എന്നോട് പറഞ്ഞതാണേ. ഇന്ന് ഞാൻ വന്ന് പറയണമെങ്കിൽ ഇവൻ എന്നെ പറ്റി അനാവശ്യമായ ടോക്ക് പുറത്ത് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് വന്നിരുന്ന് പറയുവാണ്. അപ്പൊ ഇത് അറിഞ്ഞിട്ട് ഇനി ഞാൻ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. ഭയങ്കര റോങ് ആണെന്ന് പറയാൻ കാരണം കൊച്ചു പെമ്പിള്ളാരുടെ അടുത്ത് വരെ
മോശമായിട്ടുള്ള ബിഹേവിയർ ഉണ്ട്, അവരുമായിട്ടുള്ള ചാറ്റിങ്, ചീറ്റിങ്, പല പരിപാടികൾ ഇവ നടത്തുന്നുണ്ട്. അപ്പൊ പല പെൺകുട്ടികളും ഇത് പുറത്തോട്ട് പറയാതെ അടക്കി വെച്ചിരിക്കുക. ഞാൻ ആസ് എ വ്ളോഗർ എന്നുള്ള രീതിയിലെങ്കിലും നിൽക്കുന്നത് കൊണ്ട് ഇന്ന് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നു. അപ്പം വിഷ്ണുജിയെ ഫോളോ ചെയ്തിട്ടുള്ള പെൺപിള്ളാര് വളരെയധികം സൂക്ഷിക്കുക. വിഷ്ണുജിയെ സൂക്ഷിക്കുക. വിഷ്ണുജി നിങ്ങൾ കാണുന്ന ആളൊന്നും അല്ല. ചേട്ടായിയുടെ വീഡിയോ സൂപ്പറാ, അടിപൊളിയാ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മോളെ, പിന്നെ വിഷ്ണുജിക്ക് പിന്നെ എന്ത് കാണിക്കാവോ അതൊക്കെ കാണിക്കാൻ പറ്റും. ആഹാ, അവസാനം ഒരു സാധനം കാണിച്ചല്ലോ, എന്താ പാർട്ട് 2 ലോഡിംഗ് എന്നൊക്കെ. ഇതെന്തോ സീരിയസ് ആക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. പറയാനുള്ളത് ഒറ്റ വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞു നിർത്താൻ പോരും. അതായത് ആൾക്കാർ മുൾമുനയിൽ നിർത്തുന്ന കഥയൊന്നുമല്ലല്ലോ ഇത്, പാർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ ഇവർ എന്താണ് നിന്നോട് ചെയ്തതും പറഞ്ഞതും എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് വ്യക്തമാക്കുക. അല്ലാതെ തലയും വാലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? അല്ലെങ്കിൽ വിഷ്ണുജി മോശമായി പെരുമാറിയതിന് പ്രൂഫ് വല്ലതും ഉണ്ട് നിന്റെ കയ്യിൽ? ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചങ്ങ് സംസാരിക്കും. അപ്പൊ ആൾക്കാർക്ക് വേഗം മനസ്സിലാക്കും ആരാണ് തെറ്റുകാരനെന്നും ആരാണ് തെറ്റുകാരി എന്നും ഒക്കെ. പിന്നെ വിഷ്ണുജി നിന്റെ അടുത്ത് മോശമായി അപ്രോച്ച് ചെയ്യാൻ നോക്കിയെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, അതിനെന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ നിന്റെ കയ്യിൽ? ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്രസ് ചെയ്ത് വേണം ഒരു വീഡിയോ ഇടാൻ. ഡിജിറ്റൽ യുഗമല്ലേ, മെസ്സേജുകളൊക്കെ കാണുമല്ലോ, അതിന്റെ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഒക്കെ സൈഡിൽ വെക്കാം. ഇനിയിപ്പോ പറയാൻ പറ്റില്ല കേട്ടോ, വീണ പാർട്ട് 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, ചിലപ്പോൾ അതിലെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിലും. എന്തായാലും പാർട്ട് 2ന്റെ തുടക്കം തന്നെ വീണ വിഷ്ണുവിന്റെ അമ്മാവനെ കാണാൻ പോയ വീഡിയോ ആണ്. അതായത് ഇവന്റെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി വീണ ഇവന്റെ വീട്ടിലേക്ക് പോകാൻ നിന്നത് നമ്മൾ പറഞ്ഞില്ലേ. പക്ഷെ വഴിക്ക് വെച്ച് വിഷ്ണു ഇവരോട് മാപ്പ് പറഞ്ഞതുകൊണ്ട് ഇവന്റെ വീട്ടിലേക്ക് പോവാതെ അങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പൊ അന്ന് റോഡിൽ വെച്ച് വിഷ്ണുവിനോട് വീണ സംസാരിക്കുന്നത് സെക്കൻഡ് പാർട്ടിലുണ്ട്. നമുക്കെല്ലാം ഒന്ന് കണ്ടുനോക്കാം. പലരോടും നീ പല കാര്യം പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എന്ത് പറഞ്ഞു, ഞാൻ നിന്നെ തേച്ചിട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചാണെന്ന് എനിക്കൊരു കുഞ്ഞുണ്ടെന്നൊക്കെ നിനക്ക് അറിയത്തില്ലേ? അഡ്മിറ്റ് ചെയ്യുന്നു. എന്തോ അഡ്മിറ്റ് ചെയ്യുന്നു? പറഞ്ഞല്ല അഡ്മിറ്റ് ചെയ്തു. ഇനി എന്റെ ഭാഗത്തുനിന്ന് നിന്റെ വയലിൽ ഒരു ഇത് ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാവത്തില്ല. നീ അപ്പൊ പറഞ്ഞവരോടത്ത്, നീ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചവരോട് നീ എന്താ പറയും? വിഷ്ണുജി ആണെന്ന് തന്നെ മനസ്സിലാവട്ടെ. ഞാൻ വന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇനി പുറകെ വരും. ഓർത്തിട്ട് വേണം ഇനിയുള്ള സ്റ്റെപ്പ് പോയി. എന്റെ കാര്യത്തിലെ ഇതെന്താ വീണ, നീ ആൾക്കാരെ പറ്റിക്കാണോ? വീഡിയോ മുഴുവൻ ഇങ്ങനെ കട്ടുകട്ടായിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്തൊക്കെയോ ചെയ്തെന്നൊക്കെ വീഡിയോയിൽ വിഷ്ണു സമ്മതിക്കുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്നൊന്നുമില്ല വീഡിയോന്റെ പല ഭാഗങ്ങളും കട്ട് ചെയ്താണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഫുൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതിന്റെ അവിടെ നിർത്തണോ? ഫുൾ വീഡിയോ ഇടാൻ കഴിയില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. നീയോ വാലും തലയും ഇല്ലാതെയാണ് ഓരോന്ന് പറയുന്നത്. തെളിവിനായിട്ട് ഇട്ട വീഡിയോ ആണെങ്കിൽ അതിനേക്കാളും മോശം. എന്തായാലും ബാക്കി കൂടെ വീണ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. ഒളിച്ചോ പാത്തോ എങ്ങും പോയിട്ട് സംസാരിച്ചൊന്നുമില്ല. പബ്ലിക്കായിട്ട് അവന്റെ നാട്ടില്, വിഷ്ണുജിയുടെ നാട് പ്രക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഡയറക്റ്റ് സംസാരിച്ച വീഡിയോ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിഷ്ണുജി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ എന്റെ കൂടെ വണ്ടിയെ കറങ്ങിയിട്ടില്ലേ, കള്ളു കുടിച്ചിട്ടില്ലേ, ഇതൊക്കെയാണ് ഇവനോട് ചോദിച്ച കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ട് ചിരിയാവുന്നത് കേട്ടോ. വണ്ടിയെ കറങ്ങിയിട്ടുണ്ട്, കള്ളും കുടിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇവനുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ടെന്നൊരു ഇൻവിറ്റേഷൻ കാർഡൊന്നും ഞാൻ ഇവന് കൊടുത്തിട്ടില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കള്ളു കുടിക്കാറുണ്ട്, കസിൻസിന്റെ കൂടെ കള്ളു കുടിച്ചിട്ടുണ്ട്, എന്റെ ഹസ്ബൻഡിന്റെ കൂടെ കള്ളു കുടിക്കുന്നുണ്ട്, എന്റെ ഫാമിലിയിലുള്ളവരുടെ കള്ളു കുടിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ഇതൊരു വലിയ ഇഷ്യൂ ഒന്നുമല്ല കള്ളു കുടിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ റീസെന്റ് ആയിട്ട് ഞാൻ എന്റെ കസിൻസിന്റെ കൂടെ ഇരുന്ന്, ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് കള്ളു കുടിച്ചൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അത് 1 മില്യൺ അടിക്കും കേട്ടോ. കള്ളു കുടിച്ചതിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എന്റെ ചിരി വരുന്നുണ്ട്. കാരണം ഞാൻ കള്ളു കുടിക്കുന്നതാണ്, അതിനകത്ത് ഇപ്പൊ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്. കൂടാതെ ബൈക്കിൽ കറങ്ങിയ കാര്യം, ബൈക്കിൽ പോയ കാര്യം കറങ്ങാൻ പോയതല്ല. ഫസ്റ്റ് ഇവൻ പറയുന്നത് തന്നെ കണ്ടു. ഇപ്പോഴും ഇവൻ സംസാരിക്കുന്നത് നമ്മളെ മോശക്കാരിയാക്കണം. ഇവന്റെ കൂടെ കൊലാബിനല്ലാതെ ഇവന്റെ കൂടെ വണ്ടിയെ പോകേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ പോയിട്ടുമില്ല. അപ്പം വണ്ടിയെ കറങ്ങിയതിനെ ഇവൻ വേറൊരു രീതിയിലാക്കി. അതാണ് ഇപ്പം വിളിച്ചപ്പോൾ സംസാരിച്ച ഒരു രീതി. അപ്പം എങ്ങനെയും നമ്മളെ മോശക്കാരിയാക്കി പറയാനുള്ള കാര്യങ്ങൾ അവൻ തന്നെ വളച്ചൊടിച്ചുണ്ടാക്കും. അതാണ് അവന്റെ സ്വഭാവം. പിന്നെ ഇപ്പൊ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം എന്റെ DM മുഴുവൻ മെസ്സേജ് കൊണ്ട് നിറഞ്ഞു. നിങ്ങളെ കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും എത്ര വലിയ മാന്യനാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഇവിടെ താഴെ വന്ന കമന്റ്സ് തന്നെ നിങ്ങൾ നോക്ക്. അതുകൂടാതെ പേഴ്സണലായിട്ട് കുറെ പെൺകുട്ടികൾ, ഞാൻ പറഞ്ഞല്ലോ ആരും മിണ്ടില്ല, ഒന്നും പറയില്ല എന്നുള്ള ഒരു ഇതിലാണ് ഇവൻ ഈ പൊക്കോണ്ടിരുന്നത്. ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് കുറെ പെൺകുട്ടികളെ. ഞാൻ ഇങ്ങനെ പറഞ്ഞത് സ്റ്റോറി ഇടും, ഇത് കാണിച്ചുകൊണ്ട് സ്റ്റോറി കാണിക്കും, ഇവരുടെ പ്രൊഫൈൽ കാണിച്ചുകൊണ്ട് സ്റ്റോറി കാണിക്കും എന്ന് പറഞ്ഞ് കുറെ പെൺകുട്ടികളെ പേടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ വെറും കെട്ടുകഥ പറയാമെന്ന്. ഇനി ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. കുറെ പേരെ വീഡിയോ കോൾ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോകുന്നു. ഒരു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വിഷ്ണുവിന്റെ കൂടെ കൊളാബ് ചെയ്യാൻ വേണ്ടി വീണ വിഷ്ണുവിന്റെ വണ്ടിയിൽ കയറിയതും അതുപോലെ തന്നെ വിഷ്ണുവിന്റെ കൂടെ ഇരുന്ന് വീണ കള്ളു കുടിച്ചതും ഒക്കെ വിഷ്ണു വേറെ അർത്ഥത്തിലാണ് കണ്ടതെന്ന് അർത്ഥം. പക്ഷെ വീണ എപ്പോഴും ഫ്രണ്ട് ആയിട്ടാണ് വിഷ്ണുജിയെ സമീപിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ ഒരിക്കലും തെറ്റുകാരിയല്ല. നല്ല ഇന്റൻഷൻ വെച്ച് പെരുമാറിയിട്ട് ഇവിടെ വിഷ്ണു ആണ് മിസ്യൂസ് ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഇതൊക്കെ സത്യമാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? വിഷ്ണുജിയുടെ കൂടെ കറങ്ങുമ്പോഴെല്ലാം ഈ പറഞ്ഞ വീണ ഏതെങ്കിലും തരത്തിൽ വിഷ്ണുജിക്ക് പ്രതീക്ഷകൾ കൊടുത്തിരുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ തെളിവായിട്ട് സൈഡിൽ കാണിക്കുന്നത് മുഴുവനും വിഷ്ണുവിന്റെ ഫോളോവേഴ്സ് വീണക്ക് അയച്ച മെസ്സേജുകളാണ്. വീണയെ കുറിച്ച് വിഷ്ണു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വീണക്ക് അയച്ച മെസ്സേജുകളാണ് വീണ ഇപ്പൊ സൈഡിൽ കാണിച്ചത്. അല്ലാതെ വിഷ്ണു വീണയോട് മോശമായി പെരുമാറിയതിന്റെ തെളിവുകളൊന്നും വീണ കാണിച്ചിട്ടില്ല. കഴിഞ്ഞില്ല, കുറച്ച് കാര്യങ്ങളും കൂടി വീണ വിഷ്ണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. അപ്പൊ ഇത്രയും പെൺകുട്ടികൾ DM വന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ അത് കള്ളമാവില്ലല്ലോ. ഞാൻ ഒരാളങ്ങ് കള്ളി ആയിക്കോട്ടെ, ബിക്കോസ് ഞാൻ ഇവന്റെ കൂടെ ബൈക്കിൽ പോയെന്നോ കള്ളു കുടിച്ചെന്നോ എന്തോ ആയിക്കോട്ടെ,
അവരാരും കള്ളു കുടിക്കാൻ ബൈക്കിൽ പോകുകയൊന്നും ചെയ്തില്ലല്ലോ. അവരോടൊക്കെ ഇവൻ എന്താ ചെയ്തത്? അപ്പൊ നിങ്ങൾ തന്നെ പറ, ആരാണ് ഇതിലും നല്ലത്? ചുമ്മാ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ആദ്യം മെസ്സേജ് അയച്ച് ഞാൻ ഇത് കാണിക്കാത്തോണ്ട് ഇവൻ എന്ത് അൺഫോളോ അടിച്ചു. അപ്പൊ ഞാൻ കമന്റ് ഇട്ടപ്പോ എന്നെ ഫോളോ ചെയ്തു. അപ്പൊ ഞാൻ തിരിച്ചു ഫോളോ ചെയ്ത് നോർമലി എന്താ പിന്നെ വേറെ ടോണിലേക്കായി സംസാരം. അപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്റ്റോറി ഇടുന്നൊക്കെ അവളോട് ഇങ്ങനെ. അവള് ശരിക്കും പറയാൻ പേടിച്ചു. അവള് കല്യാണം കഴിച്ചായിരുന്നു, ഹസ്ബൻഡ് ആയിരുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി കേട്ടോ. സംസാരിച്ച് ചാറ്റ് ചെയ്ത് എടുത്ത് സ്ക്രീൻഷോട്ട് ഇടുവന്നു, അങ്ങനെ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന നല്ലവനായവൻ. മാത്രമല്ല ഈ വീഡിയോയുടെ താഴെ വന്ന ഓൾമോസ്റ്റ് 99.9% കമന്റ്സും ഇതുപോലുള്ള പെൺകുട്ടികളാർക്കുണ്ടായ അനുഭവമാണ് അവർ വന്ന് പറഞ്ഞേക്കുന്നത്. ഈ DM-ലും അതുപോലെ തന്നെ. അവന്റെ പ്രൊഫൈലിൽ അവൻ കൊടുത്തേക്കുന്നത് സേ നോ ടു റേസിസം. എല്ലാ പെൺപിള്ളാരുടെ അടുത്തും ചെന്ന് മെസ്സേജ് അയച്ചിട്ട് അവർ റേസിസം കാണിക്കുന്നു എന്ന് വരുത്തി തീർക്കുക, അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സംഭവം സ്വപ്നം കൂടിയിലെ കൊച്ചു കുഞ്ഞാണെന്നാണ് വിഷ്ണുജിന്റെ വിചാരം. പെണ്ണുങ്ങളെ കണ്ട അപ്പം സരസരാസ സുന്ദരി എന്ന് പറഞ്ഞ് മണപ്പിച്ചു പോകും. ഒരുപാട് പേര് വിഷ്ണുവിനെതിരെ ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ വിഷ്ണുജിക്ക് കൂടുതൽ താല്പര്യം ഈ കല്യാണം കഴിഞ്ഞവരോടൊക്കെയാണ്. ഒരു സേഫ് ലൈൻ പിടിച്ച് പോകാനാണ് ആശാന് താല്പര്യം. വീണ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഫുൾ വിഷ്ണുവിനെ കുറിച്ച് തന്നെ മോശം കമന്റുകൾ കുറെ കാണാൻ പറ്റും. അങ്ങനെ കുറെ ആളുകൾ വിഷ്ണുവിനെതിരെ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് ഷുവറാണ്. ഞാൻ വേണമെങ്കിൽ 1-2 കമന്റുകളോട് വായിക്കാം. സെയിം ഇൻസിഡന്റ് നമ്മുടെ ഫ്രണ്ടിനും നമുക്കും ഉണ്ടായിട്ടുണ്ട്. സത്യം, അനുഭവം ഗുരു. പത്തനംതിട്ടക്കാരുടെ വില കറയാൻ ഇങ്ങനെ ഓരോന്നും ഇറങ്ങും. സത്യം, എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടു, എനിക്ക് റേസിസം ആണ് എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കിയുണ്ട്. ഇപ്പം മനസ്സിലായി എല്ലാവരോടും ഇങ്ങനെ തന്നെയാണെന്ന്. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ചേച്ചി പറഞ്ഞത്. ഇങ്ങനെ നിരവധി പേര് എന്നെതിരെ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇവൻ മറ്റേ യദുഗിരീഷാവൻ നോക്കാണോ? പക്ഷെ അത് പെണ്ണുങ്ങൾക്ക് വാഗ്ദാനം എനിക്ക് പറ്റിച്ച കേസാണ്. പക്ഷെ ഇത് പെണ്ണുങ്ങളെല്ലാം ഇവനെ സ്വയം പ്രേമിക്കുന്നുണ്ട്, ഇവൻ സ്വയം തെറ്റിദ്ധരിച്ച കേസും. എന്തായാലും ഇത്രയൊക്കെ സ്ഥിതിക്ക് വിഷ്ണുജിക്ക് എന്താണ് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കേട്ടോക്കാം. ഇപ്പം എന്തായാലും വീണ രണ്ടാമതൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഞാനെന്തോ ഒരു സംഭവം അഡ്മിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എങ്ങനെയാണ് വന്നത്, ആ ഒരു വീഡിയോ എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ ഒരു കാരണമായത് എന്നൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈവിന് വരാൻ തയ്യാറാണ്. എനിക്ക് എതിരെ വീഡിയോ ഇട്ട ആളും ഞാനും കൂടെ ലൈവ് വന്നിട്ട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ ഒരു വീഡിയോ എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു, ഞാൻ എന്തെങ്കിലും തേച്ച കാര്യം പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹണി ട്രാപ്പ് അങ്ങനെ എന്തെങ്കിലും കാര്യം ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന് ഞാൻ ലൈവിൽ വരാൻ തയ്യാറാണ്. രണ്ടുപേരും ഒരേ സമയത്ത് ലൈവിൽ വന്ന് സംസാരിക്കാൻ ഞാൻ റെഡിയാണ്. അത് ചലഞ്ചും ഒന്നുമില്ല. ആൾക്ക് റെഡിയാണെങ്കിൽ ഓക്കെ, ഞാൻ വരും. എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരും. എനിക്കത് താല്പര്യമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ആ അലിഗേഷൻ ഉന്നയിച്ച ആളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്. ആളെ ഇങ്ങനെ ഞാൻ കുറെ ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ആളുമായിട്ട് വിട്ടുപോയി എന്നാണ് ആള് പറഞ്ഞത്. ആളുമായിട്ട് പിന്നെ പ്രശ്നങ്ങളുണ്ടായി വിട്ടുപോയി എന്ന് പറഞ്ഞത്. ആ സമയത്ത് കുറച്ച് പേർക്ക് അറിയാം ഈ ആളുമായിട്ട് ഞാൻ പിരിയാൻ കാരണം എന്താണെന്ന്. ആ സമയത്ത് കുറെ പേർക്ക് അറിയായിരുന്നു. ഇനിയിപ്പോൾ അവരൊക്കെ ഇനി വന്ന് ഇത് പറയുമെന്ന് എനിക്കറിയത്തില്ല. അവർ പറയാൻ ചോദിച്ചു നോക്കണം. കുറെ ആൾക്കാരുണ്ടായിരുന്നു, ഇത് വിഷയങ്ങൾ അറിയാവുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഈ ആൾ എന്താണ് പിരിയാൻ കാരണമെന്ന് കുറെ വിഷയങ്ങൾ അറിയാവുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഈ ആളോട് ഞാൻ മിസ്ബിഹേവ് ചെയ്തിട്ട് ഈ ആൾ ഇനി എനിക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ട, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പോയ ആളൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ മിസ്ബിഹേവ് ചെയ്തതിന് ഈ പറയുന്ന ആൾ ചെയ്തതിനേക്കാളും ഞാൻ വേറെ പലർക്കും അയച്ച മെസ്സേജാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. എനിക്കത് അറിയില്ല. അതും ഈ വീഡിയോ ഇട്ട ആളും തമ്മിലുള്ള ബന്ധം എനിക്ക് എന്തോന്ന് അറിയത്തില്ല. അത് ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം ഒന്നും പറയില്ല അതിനകത്ത്. അപ്പൊ ഞാനിത് പറയാനുള്ളത്, എന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാനൊരു ആണായതുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പോൾ ഒരു പെണ്ണ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേര് കാണും. അത് സ്വാഭാവികം. നമ്മൾ ആണുങ്ങളെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. ഇത് ഞാൻ ജെൻഡർ ഒന്നുമല്ല, പക്ഷെ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ്. കുറെ പേര് പക്ഷെ എനിക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ മെസ്സേജ് അയച്ചു. അത് ഞാൻ പറഞ്ഞു, ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് വ്യക്തമായി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആളുടെ അടുത്ത് ഞാൻ മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. എന്റെ അടുത്ത് ഈ വീഡിയോ ഇട്ട ആളുടെ അടുത്ത് ഞാൻ മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് അവന് പറയണത്. ഇവൻ പറഞ്ഞത് കുറച്ചൊക്കെ ശരിയാണ്. വീണ അവനെതിരെ പോസ്റ്റ് ഇട്ടത് മറ്റുള്ളവർ വീണക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ച് മാത്രമാണ്. അല്ലാതെ വീണയോട് മോശമായി പെരുമാറിയതിന് തെളിവുകളൊന്നും വീണയുടെ കയ്യിലില്ല. പക്ഷെ അത് വിചാരിച്ച് നീ പുരുഷകാടെന്ന് ഇറക്കാൻ നിൽക്കല്ല വിഷ്ണു. പെണ്ണൊരു വീഡിയോ ഇട്ടത് കൊണ്ട് ആൾക്കാർ നിന്നെ തെറ്റിദ്ധരിക്കുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. നീ എങ്ങനെ പുണ്യാളനായി സംസാരിച്ചാലും ഗാലറി നിനക്കെതിരാണ്. കാരണം ഒരുപാട് പേരാണ് നിന്നെ കുറിച്ച് മോശം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. സംഭവം നീ ചെറിയ കോഴിയാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ വീണയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമല്ലേ? അത്ര തന്നെ. അതുകൊണ്ട് നീ പറഞ്ഞു സ്വയം വല്ലാണ്ട് അങ്ങ് വെളുപ്പിക്കാൻ നോക്കണ്ട കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.